നമസ്കാരം, നന്ദകുമാറാണ്. എന്നെ ഇഷ്ടമല്ലാത്ത എല്ലാ നെഗറ്റീവ് കോളുകൾക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഞാനൊരു വലിയൊരു പരിപാടി പറയാൻ വേണ്ടി പോവാണ്. ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം, കരയേണ്ടവർക്ക് കരയാം, ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. 2024 ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2023 2022 2020 2021 ഞാനൊരു ചുണ്ണാമ്പ് പോയിട്ടില്ല. അപ്പോൾ പിന്നെ 2024 ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പോലും ഒരു അർത്ഥമില്ല. പക്ഷേ 2025 ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് നെഗറ്റീവ് കോളുകളോട് ആദ്യം പറയാം, അത് കഴിഞ്ഞ് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, ദിസ് ഈസ് എ ന്യൂ ഇയർ. ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷം. എന്തുകൊണ്ടാണ് ഞാൻ പുതുവർഷം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളൊരു കമൻ്റ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ കമൻറ്റ് വായിച്ച് ചിരിക്കുന്ന ഒരു കൂട്ട സമൂഹമുണ്ട് ഇവിടെ. അവരെ ഒന്ന് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക. എന്നെ നിങ്ങൾ കളിയാക്കിക്കോ, ഐ ഡോണ്ട് കെയർ. എന്നെ നിങ്ങൾ ട്രോളിക്കോ, ഐ ഡോണ്ട് കെയർ. തെറി പറയരുത്, വീട്ടുകാരെ പറയരുത്. അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും. അതൊഴിച്ച് നിങ്ങൾക്ക് എന്നെ എന്ത് പണി ആക്ഷേപിക്കാം. എനിക്ക് കഴിവില്ലെന്നോ, എനിക്ക് പണി അറിയില്ലെന്നോ, എനിക്ക് സംവിധാനം അറിയില്ലെന്നോ, ഞാനൊരു ചേനയും പുഴുങ്ങിയിട്ടില്ലെന്നോ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ക്യാൻ ഡു ഇറ്റ് എനിത്തിങ്, നോ പ്രോബ്ലം. ബിക്കോസ് ദ ഫേസ്ബുക്ക് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സുക്കൻബർഗ്. സോ നിങ്ങളതുകൊണ്ടൊന്നും പേടിക്കണം, നിങ്ങൾക്ക് എന്ത് വേണേലും കമൻ്റ് അടിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവും. പിന്നെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയില്ല എന്നുള്ളത് നിങ്ങളുടെ കമൻ്റ് എഴുതി കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ട് കമൻ്റ് അടിക്കുന്നവന്മാരെ എന്നെ ഇഷ്ടമാണെന്നറിയോ, ആടിപ്പൊളി പിള്ളേരാണ്. പിന്നെ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ എൻ്റെ ചങ്കുകളാണ്. എൻ്റെ പോസിറ്റീവ് എന്നെ പുകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ എന്നതേ, ഞാനിപ്പോൾ ഷർട്ട് ഊരി കാണിക്കാം, എന്നെ പൊക്കി പറയുന്ന ആൾക്കാരൊക്കെ എൻ്റെതേ ഇതുണ്ടോ, എൻ്റെ ചങ്ങിൻ്റെ അകത്ത് ഞാൻ വെക്കും. അവർക്ക് നമ്മളെ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷോയാന്ന് വിചാരിക്കും. ഇപ്പോൾ ഷാറുഖ് ഖാനും ഇതൊക്കെ വെക്കുമല്ലോ, നമുക്ക് 6 പാക്കേ ഉള്ളൂ. 6 പാക്കല്ല, ഇതൊരു അരിഞ്ചാക്കാണ്. പക്ഷേ ഇത് കണ്ടോ, അതെ ഈ സാധനം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ വരുന്ന സാധനം ഉണ്ടാവും. അല്ല, പവർ. നമ്മൾ ഫുൾ പവറാണ് വെച്ചാൽ, ഫുൾ പവർ. പിന്നെ ഒരു കാര്യം പറയാം, 2024 വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. 2024 കഴിഞ്ഞു. ഇനി 2025 നമ്മൾ എന്തൊക്കെ കാണിക്കും എന്നുള്ളതൊരു വിഷയമാണ്. അതൊരു ഒന്നൊന്നര വിഷയമാണ്. അപ്പം ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മളെ തകർക്കാനും നമ്മളെ നശിപ്പിക്കാനുമായിട്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാര്യം അവന്മാരെന്ന് പറയുന്നത് നമ്മളെല്ലാ ദിവസവും കുളിക്കുമ്പോൾ കളയുന്ന ചെളി പോലെ കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെളി പോലെ കണ്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാ ദിവസവും ആഴ്ചയിൽ നമ്മളിങ്ങനെ ഷേവ് ചെയ്യൂലേ, അപ്പോൾ ആ ഷേവിങ്ങിൽ കുറേ മുടിയൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ആ മുടിയാണെങ്കിൽ കരുതിയാൽ മതി. കുറച്ച് നാളതിങ്ങനെ പിടിച്ച് പറ്റി നിൽക്കും, ഷേവ് ചെയ്ത് കളയുമ്പോൾ അത് മാറിക്കോളും. പിന്നെ ഞാൻ എല്ലാവരോടും എനിക്ക് ഉപദേശം പറയാനുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഉപദേശം പറയാനുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം 8 നിലയിൽ പൊട്ടി കഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരാണ്. ദെൻ ഡൈവോഴ്സ് ചെയ്ത് വിട്ടുകളയുക. ടോക്സിക് പീപ്പിൾസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക, ലീവ് ഇറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അമിതമായി പ്രഷർ തരുന്ന ഏതെങ്കിലും ജോലി സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ജോലി ഉപേക്ഷിച്ച് കളയുക. കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വേറൊരു പരിപാടി ലോകത്തുണ്ട്, അത് തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ പോകുക എന്നുള്ളൂ. ഈ ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ആ പടം ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ ദിവസവും ജീവിക്കുക എന്ന് പറയുന്ന കർമ്മം മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ജീവിക്കുക. എല്ലാ ദിവസവും ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പണിയെടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ, നമ്മൾ മാക്സിമം ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ടാലൻറ്റുകളെ നമ്മൾ പ്രൊഡക്റ്റാക്കി പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് അച്ചീവ്മെൻറ്റിലേക്ക് എത്താണ്. സോ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ നേഴ്സാണെന്നോ ഡോക്ടറാണെന്നോ കളക്ടറാണെന്നോ ഒന്നും ഇവിടെ മാറ്ററേ അല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറാവാനും കളക്ടറാവാനും അല്ലെന്നുണ്ടെങ്കിൽ നേഴ്സാവാനും ഒക്കെ ഇവിടെ ആർക്കും പറ്റും. പഠിച്ചാൽ മതി, നന്നായിട്ട് പഠിച്ചാൽ മതി. പക്ഷേ ആ ജോലികൾക്കൊക്കെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്നൊരു ചോദ്യം വരും, മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ന്യൂ ഇയറാണ്. ഈ ന്യൂ ഇയറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് പാട്ട്, അല്ലേ? DJ-യിലൊക്കെ പാട്ടുണ്ടാവും, ഇന്ന് പല വേദികളിൽ പാട്ട് പാടും. അങ്ങനെ ഇന്ന് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ഇത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ലൈഫിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ലടൂ. നമ്മളെ എൻ്റർടൈൻമെൻറ്റ്, നമ്മളെ ഹാപ്പിയാണോ, സന്തോഷമാണോ? പ്രതിസന്ധികളില്ലാത്തവനെ മനുഷ്യനെന്ന് എങ്ങനെ വിളിക്കും? പ്രശ്നങ്ങൾ വരട്ടെന്ന്.
ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് ആ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ പ്രശ്നങ്ങളെ പഠിച്ചിട്ട് അതിന് സൊല്യൂഷൻ കൊടുത്താൽ മതി. മനുഷ്യന്മാർ തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കണേ. അതിന് സൊല്യൂഷൻ കാണുക, അപ്പം തന്നെ സൊല്യൂഷൻ. നോളജ് നമ്മുടെ തല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നോളജിനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളേ അല്ല. പിന്നെ പേടിക്കരുത്. എന്നതാ പേടിക്കുന്നത്? മരണമാണോ പേടിക്കുന്നത്? എന്തിനീ മരണത്തിനെ പേടിക്കുന്നത്? വണ്ടി ഇടിച്ച് എന്തോരം പേര് മരിക്കുന്നു, പാമ്പ് അടിച്ച് എന്തോരം പേര് മരിക്കുന്നു, ചുമ്മാ പോകുന്ന വഴിക്ക് പഴത്തൊലിയെ തന്നെ വീണ് എത്ര പേര് മരിക്കുന്നു. പിന്നെ എന്നെ ഉണ്ടായാൽ പേടിക്കുന്നത്? ഇനി നമ്മൾ സ്ട്രെയിറ്റ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണോടാവേ. നമ്മൾ സ്ട്രെയിറ്റ് അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൊസൈറ്റി, ദ വേൾഡ്, 100-800 കോടി ജനങ്ങളുണ്ട് ഈ ലോകത്ത്. അത്രയും പേർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടി നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി മാത്രമേ നമ്മുടെ ലൈഫിൽ ചെയ്യാവുള്ളൂ. വേറെ ഒരു പണി നമ്മൾ ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് മാത്രം ചെയ്യുക. ഒരാളെയും ഉപദ്രവിക്കരുത്, ഒരാളെയും നമ്മൾ കുറ്റം പറയരുത്, ഒരാളെയും നമ്മൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. എല്ലാവർക്കും സന്തോഷം കൊടുക്കുക, നമ്മളെ സന്തോഷിക്കുക. ഇപ്പം നമ്മൾ സന്തോഷിച്ചു, നമ്മുടെ സന്തോഷം കാരണം വേറൊരാൾക്കും സന്തോഷം കിട്ടി, അവരെ പോലെ തന്നെ അടുത്ത ആൾക്ക് സന്തോഷം. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ദാറ്റ്സ് കോൾഡ് ലൈഫ്. അതാണ് യഥാർത്ഥ ലൈഫ്. അങ്ങനെ ജീവിച്ച ആൾക്കാരെ ചരിത്രം വരും തലമുറകൾ ഓർത്തിരിക്കും, അവരെ ഫോളോ ചെയ്യും. അല്ലാത്തവരെ എല്ലാം കത്തിച്ച് കളയുകയാണ്. സോ നെഗറ്റീവ് ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളിടുന്ന നെഗറ്റീവ് കമൻറ്റുകളെ കൊണ്ടിട്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കും ആ നെഗറ്റീവ് പറയാൻ തോന്നുന്ന ത്വരയിൽ നിങ്ങൾ കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആവും. അതായത് കാണുമ്പോൾ ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ദാറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾക്കും ഫാൻസൊക്കെ ഉണ്ടാവും. സോ ഞാൻ പറയുകയാണ്, ഓപ്പണായിട്ട് പറയുന്നത്, നിങ്ങൾ കമൻറ്റ് അടിച്ചോളൂ. അസഭ്യങ്ങളും അശ്ലീലങ്ങളും പറയാതെ നിങ്ങൾ എന്ത് വേണം ചെയ്തത്. നമ്മുടെ സുക്കംബർഗിൻ്റെ ഫേസ്ബുക്കിൽ ഇടാവേ. ഓക്കെ, അപ്പം ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. 2025 എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും സുഖകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് നന്ദകുമാർ. 2024 പോയി വല്ല പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് 2025 വിളിച്ചുകൊണ്ട് 2026 നമുക്ക് മാസടിയാം. ഓക്കെ, താങ്ക് യു.